ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു അമ്മയും മകനും. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇവരെ. ആ അമ്മയും മകനുമാണ് ഇന്ന് നമ്മുടെ സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റിൽ എത്തുന്നത്. ശരത് കൃഷ്ണ ആൻഡ് ഗീത രാമചന്ദ്രൻ. ഈ രണ്ടുപേരെയും ശരിക്കും ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. വേറെ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മുടെ എഴുത്തുകാരൻ MK രാമചന്ദ്രൻ സാറിൻ്റെ വൈഫും മകനുമാണിത്. പിന്നെ വേറൊരുണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിലെ MR രാജൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സുഹൃത്തും ഏഷ്യാനെറ്റിൻ്റെ VP ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അല്ലേ? അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. തരത്തിലെന്ന് തുടങ്ങി ഈ യാത്രകളോടുള്ള കമ്പം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരുന്നത്. ആദ്യത്തെ യാത്ര ബോംബെക്കാ പോയത്. ബോംബെ ബന്ധു വീട്ടിലെങ്ങാനോ? അല്ല, അതൊരു മീറ്റിങ്ങിനായിട്ട് ബോംബെക്ക് പോയി. അവിടെ എത്തിയപ്പോൾ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷെ അതൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. പോയി ഈ സ്ഥലങ്ങൾ കണ്ടപ്പോ അമ്മക്ക് എന്ത് തോന്നി? എനിക്ക് യാത്ര പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് കണ്ടറിഞ്ഞ് അവൻ എന്നെ കൊണ്ടുപോയതാണ്. ഇതിലേറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടതെന്ന് തോന്നിയ സ്ഥലം ഏതാ? കൈലാസം. കൈലാസം. ഓക്കെ, കണ്ണടച്ചാൽ നമുക്ക് ഇങ്ങനെ മുമ്പിൽ കാണാം ആ രൂപം. ഓക്കെ, എന്തായാലും ആ കൈലാസത്തിലെ ആ യാത്ര, അതിന്റെ 1-2 ക്ലിപ്പ് നമുക്കിവിടെ കാണാം. സാധാരണ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഒരു ബുള്ളറ്റും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെ വേണോ, ലോകത്തിന്റെ അറ്റം വരെ പോകാമെന്നാണ്. പക്ഷെ അമ്മയും കൊണ്ട് ഇത്രയും സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച നിങ്ങൾ കൊല മാസ മനുഷ്യ. ശരിക്കും ബേസിക്കലി ശരത്ത് എന്താണ്? ബിസിനസ്. ഇന്ത്യക്ക് അകത്ത് മാത്രമാണോ അതോ പുറത്ത് പോയിട്ടുണ്ടോ? ഒരിക്കൽ ദുബായിക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോയി. അന്ന് ദുബായി പോയപ്പോഴാണോ മുമ്പ് അമ്മ പോയിരുന്ന അതേ ഫ്ലാറ്റ് സന്ദർശിച്ചത്? അവിടെ എത്തിയപ്പോ അവിടെ ആ അമ്മയുടെ അവിടുത്തെ അന്നത്തെ നെയ്ബറിന്റെ മകള് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് കണ്ടു. അപ്പൊ ചുമ്മാ ചോദിച്ചാ പഴയ ഫ്ലാറ്റ് എവിടെയാന്ന് അറിയുമെന്ന്. അതെവിടെയാന്ന് അറിയാന്ന് പറഞ്ഞു. അവിടെ ചെന്നു, കണ്ടുപിടിച്ചു. 38 വർഷം മുമ്പ് താമസിച്ചിരുന്ന. അപ്പൊ അവിടെ ചെന്നു, ഉള്ളിൽ കയറി ബെല്ലടിച്ച് അവിടെ തുറന്നപ്പോൾ ഒരു മലപ്പുറംകാരായിരുന്നു. ഉള്ളിൽ കയറി പഴയ താമസിച്ചിരുന്ന ആൾക്കാർ എല്ലാം അതുപോലെ, ടൈല്, മേശ എല്ലാം, ബാത്റൂമിലെ ടൈലടക്കം അതേപോലെ. അതുപോലെ അവിടെ നിന്ന് ഫെറാറി വേൾഡിൽ പോയി. ഫെറാറി വേൾഡിൽ പോയപ്പോൾ ഏറ്റവും മുമ്പിലെ സീറ്റിൽ തന്നെ ഇരുന്നു. അതിൽ ആ റോളർ കോസ്റ്റർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഉണ്ട്. സ്കൈ ഡൈവ് ചെയ്തിരുന്നു ഞാൻ. അപ്പൊ അതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചാടിയില്ല. 102 വയസ്സായ ഒരു അമ്മ ചാടി എന്ന് പറഞ്ഞ നാളെ കണ്ടില്ലേ? അപ്പൊ എനിക്കെന്തോ 60 വയസ്സായിട്ടുള്ളൂ. എനിക്ക് എന്തായാലും ഭാഗ്യം ചെയ്ത അമ്മയാണ്, പുണ്യം ചെയ്ത മകനാണ്. അതെ, വളരെ സന്തോഷം തോന്നിട്ടോ അത് കണ്ടപ്പോ. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ അമ്മയാണ് ആദ്യത്തെ ദൈവം. അതിന് ശേഷമേ ഉള്ളൂ ദൈവത്തിന് 4ാം സ്ഥാനമാണ്. നമ്മൾ ആദ്യത്തേന് വാശി പിടിക്കരുത്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അങ്ങേറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അമ്മ.
താങ്ക് യു.